സംസ്ഥാനത്ത് വീണ്ടും ഷോക്കേറ്റ് മരണം. ആറ്റിങ്ങൽ പൂവൻപാറയിൽ വയോധികയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. സമീപത്തെ വാഴക്കുല മുറിക്കാൻ പോയപ്പോൾ ഷോക്കേറ്റതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ഹാൻസ് ജോൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, വീണ്ടും ഷോക്കേറ്റ് ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. എപ്പോഴാണ് ഈ ദാരുണ മരണം ഉണ്ടായത്? ബിനിൽ, ഇന്ന് രാവിലെയാണ് ഈ മരണം അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് ഈ ലീലാമണിയുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇത് സമീപത്തെ ഇലക്ട്രീഷ്യനെ ഇവർ വിവരം അറിയിച്ചു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ അദ്ദേഹം വീട്ടിലേക്ക് വന്ന് പരിശോധിച്ചപ്പോഴായിരുന്നു മരിച്ച നിലയിൽ ലീലാമണിയെ കണ്ടെത്തിയത്. പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ലീലാമണിയുടെ വീട്ടിൽ നിന്നും പോസ്റ്റിലേക്ക് നൽകിയിരിക്കുന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്കേറ്റിരിക്കുന്നത്. സമീപത്തെ വാഴക്കുല വെട്ടാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാകാം മരണം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ ലീലാമണിയുടെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ദാരുണമായ സംഭവം എന്തെന്നാൽ ലീലാമണിയും ഭിന്നശേഷിക്കാരിയായ ഒരു മകളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ലീലാമണി പുറത്തു പോകുന്ന സമയത്തെല്ലാം മകളെ പൂട്ടിയിടും. അത്തരത്തിലാണ്. ആരും അറിഞ്ഞില്ല ഈ സംഭവം രാവിലെ നടക്കുമ്പോൾ. എന്തായാലും മൃതശരീരം നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ബിനിൽ, ശരി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. വീണ്ടും ഷോക്കേറ്റ് ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ പൂവൻപാറയിൽ വയോധികയെ ഷോക്കേറ്റ് നിലയിൽ കണ്ടെത്തി. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.